ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഗോതമ്പ് മാവ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഇതുപോലെ ദോശ ഉണ്ടാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ അപ്പസോഡ അതുപോലെ ഈസ്റ്റോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. ഉപ്പും ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുറച്ചൊന്ന് കുഴച്ച് വെള്ളം പാകമാണോ എന്ന് നോക്കുക. അപ്പോൾ ഏകദേശം ഞാനിതാ ഈ ഒരു കട്ടിയിലാണ് ഇവിടെ അടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചീച്ച ആക്കിയിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. ഞാൻ കുറച്ച് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ രാത്രിയൊക്കെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കടി കൂടിയാണ്. കാരണം നമുക്ക് ചപ്പാത്തിൻ്റെ പകരം ഇതുപോലെ ആട്ടൻ്റെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം മാവ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇടയ്ക്ക് അതിൻ്റെ പിറ്റേ ദിവസവും അങ്ങനെ ഒരു 3 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മേലെ ഇതുപോലെ കുറച്ച് വെള്ളം ഇതുപോലെ നിൽക്കുന്നുണ്ടാവും. അത് ഞാനിതാ ഒഴിവാക്കി കൊടുക്കുകയാണ്. ആ വെള്ളം മാത്രം ഒന്ന് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വെള്ളം മേലേക്ക് വരും. അപ്പോൾ അതുപോലെ ആ വെള്ളം മാത്രം ഒന്ന് എടുത്ത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ അതുപോലെ മൂടിയിട്ട് പിന്നെയും ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത്. അങ്ങനെ ഒരു ഏകദേശം 2 ദിവസം അങ്ങനെ ചെയ്താൽ തന്നെ 3-ാം ദിവസം നമുക്ക് ദോശ നന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഏകദേശം നമ്മുടെ ഉഴുന്ന് ദോശൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ അതുപോലെ തന്നെ കിട്ടും. പക്ഷേ അതിന് നമ്മൾ വേറെ ഒന്നും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് സാധാ നമ്മുടെ ഗോതമ്പ് പൊടി മാത്രമേ ഉള്ളൂ. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാതെയാണ് ഞാനിത് അടിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത്. ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അങ്ങനെ ഇത് നമ്മൾ അതുപോലെ ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇവിടെ 3-ാമത്തെ ദിവസം എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു പാന് വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് പാത്രത്തിലോട്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് അതിലോട്ട് ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം ബാക്കി മാവ് അതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-3 ദിവസം കൂടി വെക്കാം. അപ്പോൾ ഇതുപോലെ കാണാം കേട്ടോ നമ്മൾ മാവിട്ട് ചുടുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ശരിക്കും നമ്മുടെ ഉഴുന്നൊക്കെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയിൽ തന്നെ കേട്ടോ ഈ ദോശ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഓടി പോയിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക്